പാർട്സുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീൽ പെയിന്റിങ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഗാരേജിൽ വിശേഷങ്ങളായിട്ടാണ്. ഗാരേജിൽ വിശ്വകർമ്മ പൂജയും കൂടി നടക്കുന്നുണ്ട്. സംഭവം ഇന്ന് അവധി എടുക്കേണ്ട ദിവസമായിരുന്നു. കാരണം നമ്മുടെ പുറത്തുനിന്നുള്ള നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവധിയാണ്. ടൂൾസ് നമ്മുടെ പണിസാധനങ്ങളെല്ലാം പൂജയ്ക്ക് വെക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ പൂജയിൽ പോകണം മാതിരി തന്നെ. അപ്പോൾ അവർ അവിടെ പൂജിച്ച് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് മീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വണ്ടിയുടെ അലോയിലൂടെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവരിവിടെ പൂജിച്ചത് ടൂൾസും സാധനങ്ങളൊക്കെ പൂജിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ തിരക്ക് കാരണമാണ് ഇന്ന് അവധിയില്ലാത്തത്. പക്ഷെ ഇവര് അവധിയാണ്. तो बंद है लेकिन हम लोग को थोड़ा ज़्यादा गाड़ी है, इसके लिए मैं बंद नहीं है ऐसे बोल रहा हूँ. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ തട്ടുംപുറത്ത് വന്നിട്ടുണ്ട്. क्या प्रसाद आएगा? क्या है ये? प्रसाद है. हाँ, अरे वो प्रसाद सब आदमी बांटने का है. अच्छा. जितना आदमी को डालते हैं उतना अच्छा होता है. अच्छा, जितना भी आदमी को पहुंच सकता है उतना बेटर होता है. ओके, दे दो. क्योंकि हमारे पास क्या होता है ना, जैसे कि जितना आदमी जानता है उतना हमारे पास काम आता है. ये उसी प्रकार का सेम होता है. अच्छा, ओके. ഇതിപ്പോൾ നമ്മളുടെ സിൽക്കി ഗോൾഡ് വണ്ടിയുടെ അലോയ്സ് ആണ്. സിൽക്കി ഗോൾഡ് വണ്ടിയുടെ അലോയ്സ് നമ്മളെ കസ്റ്റമർ അടിക്കാൻ പറഞ്ഞാണ്ട് എപ്പോസ് അടിച്ചിട്ട് നല്ല രീതിയിൽ അടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അടിക്കാനുള്ള എഫേർട്ടാണ് കാണിക്കണത്. കാരണം എന്താ ഇതേപോലെ ഉലിഞ്ഞൊലിഞ്ഞ് വരാണ് സംഭവം. ചൂടായിട്ടും അതേപോലെ തന്നെ എന്താ പറയുക, ഇത്ര നാൾ പഴക്കത്തിൻ്റെയൊക്കെ ആയിട്ട് മൊത്തം ബബിൾസുമാരി ഇങ്ങനെ പൊന്തിയൊക്കെയാണ്. അപ്പോൾ അത് മൊത്തം ഇതേപോലെ ഉരച്ച് ക്ലിയർ ചെയ്തിട്ട് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ടർച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ബോഡി ഫില്ലർ രണ്ടിടത്ത് ബോഡി ഫില്ലർ ഇടും അല്ലേ. അതിന് ശേഷം നമ്മൾ 1K പ്രൈമർ അടിക്കും കേട്ടോ. ഇത് സിൽക്കി ഗോൾഡ് വണ്ടി തന്നെയായിരുന്നു കേട്ടോ. സിൽക്കി ഗോൾഡ് വണ്ടി സിൽക്കി ഗോൾഡ് തന്നെ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് അതിൻ്റെയാണ് നമ്മുടെ അലോയ് വീൽ അവിടെ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയുടെ. ഇവിടെ നമുക്ക് ബ്ലാക്ക് അടിക്കണം. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ്. സെയിം എങ്ങനെയാണ് കമ്പനി വരുന്നത് ആ രീതിയിലാണ് കസ്റ്റമർ ചെയ്യാനായിട്ട് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ അലോയ് വീൽ കളറിടുന്ന ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മിക്സർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമർ കൊണ്ടുവന്നതാണ്. ഡെപ്പോൻ്റെ തന്നെ ഹെഡ്ലൈറ്റ് തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമറോട് ഡെപ്പോ തന്നെ ചെയ്താൽ മതിയെന്ന്. ഓക്കെ, പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ ഇവിടെ പാർട്സുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ 4 ഇന്നോവയ്ക്കുള്ള പാർട്സുകൾ ഒരെണ്ണം അവിടെ കയറ്റിയിട്ടുണ്ട്. 5 ഇന്നോവയ്ക്കുള്ള പാർട്സുകൾ നമ്മളോട് റെഡി ആയിട്ട് വന്നിരിക്കുന്നു. സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ഫിനിഷിങ് ഉണ്ടാവട്ടെ നമ്മുടെ പാർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട് എങ്ങനെയാണ് പാർട്സ് എന്നൊക്കെ. AGP പാർട്സാണ് യൂസ് ചെയ്യണത്. ടോമത് ഗ്ലാസ് കളിക്കണ സാധനമല്ല ഇത്. പിന്നെ അവിടെ ഗ്ലാസും കൊണ്ട് കിടക്കണവൻ ആടാ. ഏതാ ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് ഞാൻ പറഞ്ഞില്ലേ, തുരുമ്പിൻ്റെ ഇഷ്യൂ കാരണം നമ്മൾ അയച്ച് വെൽഡിങ് കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് ക്ലിയർ ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് തന്നെ അത് ഇടണം. കാരണം ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഗാരേജിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് ആള്. ഇല്ലാത്ത വണ്ടിയും കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ടോമേ? ഡയറക്റ്റ് മേത്തേക്ക് കാട്ടിക്കാനുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ ഗ്ലാസിൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഗ്ലാസ് ഒട്ടിക്കാം. പതുക്കെ അപ്പോൾ നമ്മൾ ഗ്ലാസ് ചേഞ്ച് ചെയ്തത് ഗാരേജിലേക്ക് എത്തണം. ഗാരേജിലേക്ക് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റേഡിയോ രക്ഷയില്ല കേട്ടോ. സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് റേഡിയോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്.
അപ്പോൾ ഗ്ലാസ് ക്ലിയർ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്കിപ്പോൾ നാളെ ഈ വണ്ടി ഡെലിവറിയാണ്. അതിൻ്റെ ബാക്കി സർവീസിങ് കാര്യങ്ങൾ വാഷിങ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യണം. അതിൻ്റെ പരിപാടിക്ക് പോവാം. അപ്പോൾ ഗ്ലാസ്സൊക്കെ സെറ്റിങ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി പുറത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് പിന്നീട് കാണാം. ഓക്കെ, നമ്മളിപ്പോൾ വീണ്ടും നമ്മളുടെ ബൂത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 1K പ്രൈമർ അടിച്ചിട്ടുണ്ട്. 2K അല്ല 1K അടിക്കുക, കാരണം കട്ടിയിൽ അടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1K പ്രൈമർ അടിച്ചു. ഇനിയിപ്പോൾ ചില സ്ഥലങ്ങളിൽ നൈസായിട്ടുള്ള സ്ക്രാച്ചസ് ഹോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അരച്ച് ക്ലിയർ ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കും കേട്ടോ. നമ്മുടെ അലോയ് വീല് പെയിൻറ്റിങ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പണിയാണ്. സംഭവം കുറച്ച് ഏരിയ ഉള്ളെങ്കിലും ആ ഒരു ചെറിയ പിൻസുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നിലവിലുള്ള അലോയ് വീൽ നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും, ഇളിഞ്ഞു പോരായിരുന്നു നിലവിലുള്ള കളർ പെയിൻറ്റ്. അപ്പോൾ നമ്മളതെല്ലാം മാക്സിമം ഉരച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം ഷേപ്പ് എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ 1K പേപ്പർ അടിച്ചത്. 1K പേപ്പർ അടിച്ചിട്ടും നമ്മൾ കാണുന്ന വശങ്ങളാണ് ഇപ്പോഴും വാട്ടർ കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിനി ഓരോ വശങ്ങളും വാട്ടർ കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം ഷേപ്പ് അതിന് ശേഷം നമ്മൾ ഏതാ പെയിൻ്റ് അടിക്കണം അതിൻ്റെ ബേസ് അടിച്ച് പെയിൻ്റ് അടിച്ച് ക്ലിയർ അടിക്കുക ചെയ്യണത് കേട്ടോ. നമ്മളുടെ അലോയ് വീൽ പെയിൻറ്റിങ് ആയിട്ടെല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കാലത്തോടെയുള്ള രണ്ടാളുടെ പ്രയത്നമായിരുന്നു ഇവർ അലോയ് പെയിൻറ്റിങ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെയ്താലാണ് അതിൻ്റെ ലൈഫ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അടിച്ചതിന് രീതി എന്ന് ഞാൻ ജസ്റ്റ് ഒന്നുകൂടിയും പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് അതിൻ്റെ മാക്സിമം റിമൂവ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തത്, ഉണ്ടായിരുന്ന പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തു. അതിനുശേഷം അതുമ്പോൾ ഉറച്ച് ക്ലിയർ ചെയ്ത് ഷേപ്പും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുള്ളത് ഷേപ്പും കാര്യങ്ങളെടുത്തു. അതിനുശേഷം 1K പ്രൈമർ അപ്ലൈ ചെയ്തു. 1K പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഉറച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ അടിക്കാൻ പോകുന്നതിൻ്റെ ബേസ് കോട്ട് അടിച്ചു. അതിനുശേഷം നമ്മൾ പെയിൻ്റ് അടിച്ചു. പെയിൻ്റ് അടിച്ചതിന് ശേഷം ക്യാപ്സിൽ ക്ലിയർ അടിച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു ലുക്ക് നമ്മൾക്ക് കിട്ടിയത് കേട്ടോ. ശരിക്കും ഇത് ഫുൾ ഓപ്ഷൻ്റെ ഇന്നോവയ്ക്ക് വരുന്ന അലോയ് തന്നെയാണ്, ഒറിജിനൽ അലോയ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ 5 എണ്ണം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ രീതിയിൽ നമുക്ക് പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ ഏകദേശം 1500 നമുക്ക് ചിലവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അലോയ് പെയിൻറ്റിങ് കാര്യങ്ങൾ അതേപോലെ തന്നെ ഗ്യാരേജിലെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചാനൽ 1 lakh ആവാൻ പോകണം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.